ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2025 നടന്ന മുഴുവൻ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. 4 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വരുന്നത്. 05/2025, 17/2025, 11/2025, 117/2025 എന്നിങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡുകൾ വരുന്നത്. ഇതുവരെ നമ്മൾ 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ചെയ്ത് കഴിഞ്ഞത്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യത്തേത് നിസ്സഹകരണ സമരവും ഏറ്റവും അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിരുന്നു. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ ചെയ്യാം, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം, വിചാരണ കൂടാതെ തടവിലിടാം. ഇവിടെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ സി കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ്. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ തടവിലിടാനും അനുവാദം നൽകുന്നതായിരുന്നു റൗലറ്റ് നിയമം. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ പൂന സന്ധി ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയെയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഏത് ആക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിലെ അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികയുമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും ഏർപ്പെടുത്തി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തേത് നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. അത് ശരിയാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നാണ്. അതും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അല്ല, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇതാണിവിടെ നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിലാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ മൗലിക കടമകൾ എന്നാണ് അറിയപ്പെടുന്നത്. മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക.
സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമികളായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഓപ്ഷൻ എ വേദാധികാര നിരൂപണമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് വർഷത്തിലാണെന്നും കമന്റ് ചെയ്യണേ ഗൈസ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് ഓപ്ഷൻ സി ആലുവയിലായിരുന്നു. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ബന്ധു ക്ലിനിക് പദ്ധതി എന്നാൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. ഏത് പത്രമാണെന്ന് കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ഡി മാതൃഭൂമിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നത് മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി BR അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ഇന്ത്യയുടെ നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഇവിടെ ഓപ്ഷൻ ഡി ഗതാഗതം എന്നതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. കാർഷിക മേഖല ആണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായ മേഖലയാണ് വരുന്നത്. തൃതീയം എന്ന് പറഞ്ഞാൽ സേവന മേഖലയാണ് വരുന്നത്. ഇവിടെ പ്രാഥമിക മേഖലയിലാണ് കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? കേരളത്തിൽ ആനമല, ഏലമല എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ
കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ 742 സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ 742 സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ഹെൻറിക് വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് കേരളത്തിലെ ഒരു വ്യക്തിയുടെ സഹായം ലഭ്യമായിട്ടുണ്ട്. അതാരാണെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഇവിടെ തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് സഹകരണ ബാങ്കാണ്. പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, വിദേശ ബാങ്ക് എന്നിവ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടുന്നവയാണ്. എന്നാൽ സഹകരണ ബാങ്ക് വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തവയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേര് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ പേര് എൻ്റെ കേരളം എന്നും സുന്ദരം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ സി കേരളമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിനു മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ ബി ഋതുക്കൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഓപ്ഷൻ സി ഗോദാവരിയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഓപ്ഷൻ സി കറുത്ത മണ്ണാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഓപ്ഷൻ ബി അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഓപ്ഷൻ എ ആരവല്ലി നിരകളാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തര മഹാസമതലമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? 3 ടൈപ്പ് വിളകളാണുള്ളത്. ഖാരിഫ് വിളകള്, റാബി വിളകള്, സൈദ് വിളകള്. അതിൽ ഖാരിഫ് വിള പ്രധാനപ്പെട്ടത് ഓപ്ഷൻ സി നെല്ലാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. പുകയില, കടുക് തുടങ്ങിയവയും റാബി വിളകളാണ്. നെല്ല്, മെയ്സ്, സോയാബീൻ, പരുത്തി, നിലക്കടല മുതലായവയെല്ലാം ഖാരിഫ് വിളകളാണ്. സൈദ് വിളകളാണ് പഴങ്ങളും പച്ചക്കറികളും. ഗോതമ്പ്, ബാർലി, കടുക്, പീ അവയെല്ലാം റാബി വിളകളാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതാണ്?
താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഇവിടെ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. ചന്ദ്രഗിരിപ്പുഴ, പെരിയാറ്, ചാലിയാർ മുതലായവ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലയിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സഹ്യപർവ്വതം എന്ന പേരിലും അറിയപ്പെടുന്ന പർവ്വതം പശ്ചിമഘട്ട നിരകളെയാണ് സഹ്യപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം വിനോദ നികുതിയാണ്. വിനോദ നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഇടനാടാണ്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതിയുടെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശിയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവ് ആരാണ്? 2025 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി ഷാജി N കരുണിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഓപ്ഷൻ ബി കൊല്ലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏതു തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഓപ്ഷൻ സി വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ഏത് ദിവസമാണെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേര് ഓപ്ഷൻ സി ഡയഫ്രം എന്നാണ്. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. നെല്ല് അക്ഷയ, മുളക് ഉജ്ജ്വല, പയർ പവിത്ര, തക്കാളി ലോല. ഇവിടെ ശരിയായിട്ടുള്ളത് അക്ഷയ എന്നത് ഒരു തക്കാളിയുടെ വെറൈറ്റിയാണ്, നെല്ലിൻ്റെ വെറൈറ്റിയാണ് പവിത്ര, മുളക് ഉജ്ജ്വല എന്നത് ശരിയാണ്. അതിനാൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. പയറിൻ്റെ വെറൈറ്റിയാണ് ലോല. നെല്ല് പവിത്ര, പയറ് ലോല, തക്കാളി അക്ഷയ, മുളക് ഉജ്ജ്വല. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ബലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? ഇവിടെ ഓപ്ഷൻ എ
മസനോബു ഷിക്കുവോക്ക എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20.9%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഇവിടെ ഓപ്ഷൻ ഡി വിറ്റാമിൻ സിയുടെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ഓപ്ഷൻ എ കല്ലേൽ പൊക്കുടൻ്റെയാണ്. ഏതൊരു ആറ്റത്തിലെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ സി 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏതാണ്? അലുമിനിയത്തിന്റെ ധാതു ഓപ്ഷൻ സി ക്രയോലൈറ്റ് ആണ്. കലാമിൻ എന്തിന്റെ ധാതുവാണ്? സിങ്കിന്റെ ധാതുവാണ് കലാമിൻ. ഒരു കലോറി എന്നത് എത്ര ജൂൾ ആണ്? ഒരു കലോറി എന്നത് 4.2 ജൂൾ ആണ്. പാമ്പ് ഇര പിടിക്കാൻ എന്തിലൂടെയുള്ള ശബ്ദപ്രേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്? പാമ്പ് ഇര പിടിക്കുമ്പോൾ തറയിലൂടെയുള്ള ശബ്ദപ്രേഷണത്തിനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISROയുടെ ദൗത്യമാണ് വീനസ് ഓർബിറ്റൽ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ഇവിടെ ബന്ധമില്ലാത്തത് ഹാൻ കാങ് ആണ്. ബന്ധമുള്ളവരെ നമുക്ക് നോക്കാം. 2024 രസതന്ത്ര നോബൽ പ്രൈസ് നേടിയത് ജോൺ ജമ്പർ, ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ് തുടങ്ങിയവരായിരുന്നു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറയാണ്. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദമാണ്. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? സ്പർശനം, ഹസ്തദാനം എന്നിവയിലൂടെ, ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ. ഇവിടെ HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടമുണ്ടാക്കുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയെ ഹീമോഫീലിയ എന്നാണ് പറയുന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഫാറ്റി ലിവർ, തിമിരം, മന്ത്, ശ്വാസകോശ ക്യാൻസർ. ഇവയിൽ ഏതാണ് പുകയില മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം? ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ BCG ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? വായുജന്യ രോഗമല്ലാത്തത് അഞ്ചാം പനി, TB, കുഷ്ഠരോഗം, മലേറിയ. ഇവയിൽ അഞ്ചാം പനിയും TBയും കുഷ്ഠവും വായുജന്യ രോഗങ്ങളാണ്. എന്നാൽ മലേറിയ ഒരു വായുജന്യ രോഗം അല്ല. മലേറിയ ഉണ്ടാകുന്നത് ഏതു രോഗാണു മൂലമാണെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി പദ്ധതിയാണ് ഓപ്ഷൻ ഡി, ആരോഗ്യ കിരണം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. ഉൾപ്പെടുന്നവ നമുക്ക് നോക്കാം. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, PHCകളെ FHCകളായി മാറ്റുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. ഇവിടെ എ ആണ് ഇതിൽ പെടാത്തത്. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും PHCകളെ FHCകളാക്കി മാറ്റുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ തുടങ്ങിയവയാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് ഓപ്ഷൻ ഡി, ചൈനയ്ക്കാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഓപ്ഷൻ എ, കേരളമാണ്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിന്റെ പുതിയ പേര് എന്താണ്? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഓപ്ഷൻ ബി, തിരുവനന്തപുരം നോർത്ത് എന്നാണ്. 2024 സെപ്റ്റംബർ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ്? 2024 സെപ്റ്റംബർ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഓപ്ഷൻ ബി, MSC ക്ലോഡ് ഗിറാർഡൈറ്റ് ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ഡോക്ടർ DS കോത്താരിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ, ഡിസംബർ 10-നാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നത് ഓപ്ഷൻ ബി, മെറ്റേണിക്കിന്റെ അഭിപ്രായത്തിലാണ്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ഓപ്ഷൻ ബി, കുറുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഓപ്ഷൻ സി, കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചത്. ഇവിടെ ഓപ്ഷൻ സി, കൊല്ലമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച് സമയത്തിനേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ് ഇന്ത്യയിലെ സമയം. അപ്പോൾ ഇവിടെ 2 PM ആകുമ്പോൾ ഓപ്ഷൻ സി, 7:30 എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. ഇവിടെ ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയാണ് എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടെയാണ്.
പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള സർക്കാർ നയമാണ് ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത്? ഭരണഘടനയുടെ 61ാമത് ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇവിടെ ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഓപ്ഷൻ എ ദേശീയ ജലപാത 3 ആണ്. ഇപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏതു ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ്. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതല ഛായാഗ്രഹണം എന്നതാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഓപ്ഷൻ എ ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത എന്നതാണ്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം എന്നിവ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം എന്നിവ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും പശ്ചിമ അസ്വസ്ഥത എന്നത് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകവുമാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ എ ആനമുടി. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇവിടെ ബന്ധമില്ലാത്തത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ഓപ്ഷൻ ബി 1949 ജൂലൈ 1-ാം തീയതിയാണ്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഓപ്ഷൻ സി ചമ്പാരൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ
ഓപ്ഷൻ എ ജൊനാഥൻ ഡങ്കൻ ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇവിടെ ഓപ്ഷൻ 2 മാത്രമാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇവ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമുള്ളവയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ NS മാധവനാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയെയാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ സി ഹാൻ കാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഓപ്ഷൻ സി ഹാൻ കാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവിടെ സ്വത്തിനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശവും മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ആശയത്തിൽ നിന്നാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ദേശീയ ഗാനം 51 അല്ല 52 സെക്കൻഡാണ്. ഇവിടെ തന്നിട്ടുള്ളവയെല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 65 വയസ്സല്ല 70 വയസ്സാണ് ഇവിടെ കാലാവധിയായിട്ട് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 വരുന്നത്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21 വരുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 2 വകുപ്പ് 21A വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇവിടെ ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷൻ വകുപ്പ് 32 വരുന്നത്. ഇവിടെ ചേരുംപടി ചേർക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ഫസൽ അലിയാണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ
തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? കർത്തവ്യം നിയമാനുസൃതം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഓപ്ഷൻ ബി മൻഡാമസ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ ഓപ്ഷൻ സി 22 എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഓപ്ഷൻ എ കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഓപ്ഷൻ സി 9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണമാണ്. കബനി, ഭവാനി, പാമ്പാർ. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഓപ്ഷൻ ഡി കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി പാലക്കാടാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ എ വി അബ്ദുറഹ്മാനാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ്. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വൈക്കത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇവിടെ വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമികൾ എന്നിവ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. മഹാദേവ ഗോവിന്ദ റാനഡെയാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇവിടെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലനാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കവി ഖാസി മുഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കവി ഖാസി മുഹമ്മദ് എഴുതിയിരിക്കുന്നു. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്.
കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് ഓപ്ഷൻ ബി വടകരയിൽ വെച്ചിട്ടാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ബാരിസ്റ്റർ ജി.പി. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള താഴെ പറയുന്നവയിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയലാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ ഇവിടെ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടിയാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠ അയ്യർ എന്നിവർ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെട്ടവരാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠ അയ്യർ എന്നിവർ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെട്ടവരും ഷൺമുഖം ചെട്ടി ഇവയിൽ ഉൾപ്പെടാത്തതുമാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഇതിൽ ഒരെണ്ണം താഴെ പറയുന്നു. ഇവിടെ ഓപ്ഷൻ ബി അഗസ്തീശ്വരമാണ് ശരിയായിട്ടുള്ളവ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ ബി നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ഇവിടെ ഹീമോഫീലിയയാണ് ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത്. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങളാണ്. സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ ആണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ഇവിടെ പെരിയാറാണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമായിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്. HIV വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓപ്ഷൻ സി ലിംഫോസൈറ്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് ഓപ്ഷൻ എ കരളിൽ വെച്ചിട്ടാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? പാവലിൻ്റെ ഇനമാണ് ഓപ്ഷൻ ഡി പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് ഏതു വർഷമാണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഓപ്ഷൻ സി 2023 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് അനുവദിച്ചിട്ടുള്ള തുക ഓപ്ഷൻ ബി 5 ലക്ഷം രൂപയാണ്. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉം മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തിയും ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം ഉപയോഗിക്കുന്ന ബലവും ആണ് പോസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പോളിനും ഇടയ്ക്ക് വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇവിടെ
വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതുമായിരിക്കും എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യരുടെ ശ്രവണപരിധി എന്താണ്? മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? 98 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ 310 കെൽവിൻ ആണ്. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏതാണ്? ഇവിടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സമവാക്യം u² = v² - 2as. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം കണ്ടെത്തുക. ഒരു പെട്രോൾ കാറിൽ രാസോർജം ഗതികോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ രാസോർജം ഗതികോർജമായിട്ട് മാറുന്നു എന്ന ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് ഭൂമിക്കും സൂര്യനും ഇടയിലാണ് ചന്ദ്രൻ വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു എന്ന ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജന്റെ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നതെന്നത് രണ്ടും ശരിയാണ്. എന്നാൽ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുക. ഇവിടെ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അറ്റോമിക് നമ്പർ 8 ആയ മൂലകം ഏതാണ്? അറ്റോമിക് നമ്പർ 8 ആയിട്ടുള്ള മൂലകം ഓപ്ഷൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. 7ാം പട്ടികയിലെ ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഇവിടെ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർവതി സുബ്ബ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അടുത്ത ക്വസ്റ്റ്യൻ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികളും ഹൈ കമ്മീഷനുകളും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയല്ല. എന്നാൽ വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ ഇവയെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏത്? സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് ഓപ്ഷൻ ഡി കോഴിക്കോട്.
അടുത്ത ക്വസ്റ്റ്യൻ, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളവ. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കേരള വിനോദസഞ്ചാര ദിനം, സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. കേരള വിനോദസഞ്ചാരം വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. UNEP-യുടേത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. ലോക വിനോദസഞ്ചാര ദിനം, വിനോദസഞ്ചാരവും സമാധാനവും. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായവ ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇവയാണ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ശരിയായിട്ടുള്ളവ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്നാണ്? റാബി വിളയുടെ ശരിയായ വിളയിറക്കൽ കാലം ഓപ്ഷൻ സി നവംബർ മധ്യത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓപ്ഷൻ ഡി മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏത്? ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലയാണ് ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. അടുത്ത ക്വസ്റ്റ്യൻ, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയെല്ലാം ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളാണ്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ഓപ്ഷൻ ബി പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി
കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നതാണ് തെറ്റായിട്ടുള്ളത്. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. വാഗ്ഭടാനന്ദന്റെയാണ് ആത്മവിദ്യാസംഘം. VT ഭട്ടതിരിപ്പാടിന്റേതാണ് യോഗക്ഷേമസഭ. പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ് അരയ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ഏത്? ഓപ്ഷൻ ഡി ആനി ബെസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമനാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏത്? ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് ഓപ്ഷൻ എ നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ഫസൽ അലിയാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നതാണ്. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അർദ്ധ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഓപ്ഷൻ സി ശ്രീലങ്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്റർനാഷണൽ പീസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ അനുച്ഛേദം 51(4) ഇത് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 97 ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്.
വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. നിലവിലെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി. നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ ബി. NH-66 മുംബൈ, ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാർ ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി. അനുച്ഛേദം 39B ആണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? സ്ഫടികമണൽ കാണപ്പെടുന്ന ജില്ല ഓപ്ഷൻ ഡി. ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ. പള്ളിവാസൽ ആണ്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം ഏത്? ചെറുതും വലുതുമായ കേരളത്തിൽ 34 കായലുകളാണ് ഉള്ളത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം ഓപ്ഷൻ എ. വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഓപ്ഷൻ ബി. മഞ്ചേശ്വരം പുഴയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഓപ്ഷൻ ബി. സി. ബാലകൃഷ്ണൻ ആണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഓപ്ഷൻ സി. പാലക്കാട് ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ സി. ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഓപ്ഷൻ എ. കല്ലടയാണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി ജനിച്ച ജില്ല ഓപ്ഷൻ ഡി. തിരുവനന്തപുരമാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഓപ്ഷൻ സി. ഗിഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? വാഗൺ ട്രാജഡി നടന്ന വർഷം ഓപ്ഷൻ സി. 1721 നവംബർ 10 ആണ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? പൊന്നാനി താലൂക്കിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഓപ്ഷൻ ബി. VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം ഇവയെല്ലാം ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമുള്ളവയാണ്. എന്നാൽ പാലിയം സത്യാഗ്രഹം ഇതിൽ ബന്ധമില്ലാത്തവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? മഞ്ചേരിയിൽ 5ാമത്തെ രാഷ്ട്രീയ സമ്മേളനമാണ് നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ്? ഇവിടെ ഒരേ വർഷം ജനിച്ചവർ ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് ഓപ്ഷൻ ബി. കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ഓപ്ഷൻ എ. കുമാരഗുരുദേവനാണ്. അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? സെറിബെല്ലത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ശരിയായ ജോഡി കണ്ടെത്തുക.
ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് ജീവകം കെ. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഓപ്ഷൻ എ നൈട്രജന്റെ കുറവ് മൂലമാണ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഓപ്ഷൻ ബി വൈറസ് ആണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്താണ്? മെയ് 23 ഓപ്ഷൻ ഡി ലോക കടലാമ ദിനമാണ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ സി തിരുവനന്തപുരത്താണ്. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി ഹൃദയത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്. ഓപ്ഷൻ ബി ഹൃദയമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം. ഖരത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവാണ് ഓപ്ഷൻ ബി ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ബലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ രാസഫലമാണ് ഉപയോഗപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം ഓപ്ഷൻ സി 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക JJ തോംസൺ ആണ് അവതരിപ്പിച്ചത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ചുവടെ കൊടുക്കുന്നവയിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക. ഇവിടെ സദിശ അളവ് പ്രവേഗമാണ്. ഓപ്ഷൻ സി പ്രവേഗമാണ് സദിശ അളവ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഓപ്ഷൻ എ ടാർട്രസിനാണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഓപ്ഷൻ ബി സിങ്കിന്റെ അയിരാണ്. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? K എന്ന അക്ഷരം കൊണ്ട് ഓപ്ഷൻ സി പൊട്ടാസ്യമാണ് സൂചിപ്പിക്കുന്നത്. ിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായവ ഏത്? മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ 1, 2, 4 ശരിയായിട്ടുള്ളത്. ബക്രാനങ്കൽ സത്ലജിലും ഹിരാക്കുഡ് മഹാനദിയിലും സർദാർ സരോവർ നർമ്മദയിലുമാണ്. ഇവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇവ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ
പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയായിട്ടാണ് ഇവിടെ വരുന്നത്. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇവിടെ 1, 2, 3 ശരിയായിട്ടുള്ളത്. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇവ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഇതിൽ സതിഹിത ബോധിനി മാത്രമാണ് പെടാത്തത്. ബാക്കി 3 രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരവും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരും. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ എല്ലാം ശരിയായിട്ടാണ് വരുന്നത്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയിം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്നതാണ് തെറ്റ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇന്റർപോള് ലിയോൺ. ഇവയെല്ലാം ശരിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? ഓപ്ഷൻ ഡി നമച്ച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഓപ്ഷൻ സി കരേവ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏത്? ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത്? ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബർ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കസാൻ, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏതു വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏതു പ്രായപരിധി വരെയുള്ളവർക്കാണ്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്ന്? ഓപ്ഷൻ സി 2010. ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം. താഴെ പറയുന്നവയിൽ 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഫ്യൂഡൽ നികുതി നൽകുക എന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരി. അടുത്ത ക്വസ്റ്റ്യൻ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ധോളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ 1 മാത്രമാണ് ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്നതും 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്നുള്ളതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഓപ്ഷൻ ഡി EV രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ,
സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി തെലങ്കാന. അടുത്തത് ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 19 മുതൽ 12 വരെയുള്ള വകുപ്പുകളിലാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ളത് 25 മുതൽ 28 വരെയും ചൂഷണത്തിനെതിരായിട്ടുള്ളത് 23 മുതൽ 24 വരെയുമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവയെല്ലാം മൗലിക കർത്തവ്യങ്ങളാണ്. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഓപ്ഷൻ ബി ബുദ്ധമയൂരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഓപ്ഷൻ സി വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? ഓപ്ഷൻ ബി നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, 1712 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇവിടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത്? ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഏതാണ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇവിടെ പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന് പറഞ്ഞതാണ് ശരിയായിട്ടുള്ള. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ഏത്? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏത്? ഓപ്ഷൻ ബി കൂട്ട്. മഹാകവി G. ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഒവ്യൂൾ വിത്ത് ആകുന്നു.
എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഇവിടെ 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത്. 2 ന്യൂറോണുകൾക്കിടയിൽ സിനാപ്സ് കാണപ്പെടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത്? ഓപ്ഷൻ ബി അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ബേക്കലൈറ്റ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും നൈലോണും തെർമോപ്ലാസ്റ്റിക് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ഏത്? ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്താണ് അറിയപ്പെടുന്നത്? ത്വരണത്തിനെയാണ് പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ ബി ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. ഇതിൽ സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും ഹൈഡ്രോളിക് ഇലക്ട്രിക് പവറും ഗ്രീൻ എനർജിയിൽ വരുന്നതാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനായിട്ട് ഉള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്.